എടുത്തതാണ് ടീച്ചറെ ഒരേ ബക്കറ്റ് കവഞ്ഞ് ഛർദ്ദിക്കണം. പക്ഷേ അത് കേട്ടില്ല. അവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് അവസാനം ആൾ സീരിയസ് ആയി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് ആൾക്ക് വീണ്ടും സീരിയസ് ആയി. അപ്പം ആ പേഷ്യൻ്റ് എൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ വേറൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവരുടെ ചെവിയുടെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു, എല്ലാം ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 8 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് അവർ ഈ ഞാൻ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ളൂ. അവരെ എല്ലാ ദിവസവും ആദ്യം തന്നെ ഞാൻ ഈ ക്യാൻസർ പേഷ്യൻസിന്, ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ എൻ്റെ നിഗമനത്തിൽ കഫക്കെട്ട് മാത്രമാണ്. കഫം എവിടെ ഉരുണ്ടുകൂടി അടിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ കുറേ ചുമത്ത് വെച്ചു ഛർദ്ദിച്ച് ചെറുങ്ങുമ്പോൾ നമ്മുടെ ക്യാൻസർ കഫപ്പൊക്കെ പോയ ആ കഫത്തിനെ നമ്മൾ അടിച്ചു കൂട്ടി അതിനെ നമ്മൾ ഒരേ മരുന്ന് കഴിച്ച് അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് അടിഞ്ഞു കൂടും. അങ്ങനെ എവിടെ അടിഞ്ഞു കൂടണോ അവിടെ രക്തോട്ടം കുറയും, വേദന കുറയും, അവിടുത്തെ സെല്ലുകൾ ഡാമേജ് ആവും. അതാണ് ക്യാൻസർ എന്നാണ് ഞാൻ ഒരു പരീക്ഷണങ്ങളൊന്നും നടത്തിയതല്ല. ഞാൻ എൻ്റെ 10-30 കൊല്ലത്തെ ചികിത്സിച്ചിട്ട് കിട്ടിയ റിസൾട്ടിൽ നിന്ന് എത്തിയ നിഗമനമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ടെസ്റ്റുകളും നടത്തിയിട്ടില്ല. അത് ഞാൻ പിന്നെയും പറയണം. ഇനി അതിൻ്റെ പേരിൽ എന്നെ ആരും ക്രൂശിക്കാനായിട്ട് വരണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്.